യോഗം നടത്തി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പരസ്യയോഗമാക്കി അങ്ങ് തീർക്കാൻ പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഞങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏറ്റവും അധികം പ്രായമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും കർത്താവ് നടന്നു പോകുമ്പോഴൊന്നും ഒരു പ്രയാസം കൂടാതെ, ഒരു അനർത്ഥവും കൂടാതെ കർത്താവെ സന്തോഷത്തോടുകൂടി തിരിച്ച് മടങ്ങി വരുവാൻ, പരസ്യമായി അങ്ങയുടെ സാക്ഷികളായി തീരുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങളാണല്ലോ ഇന്ന്. ഈ യാത്ര ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് സമർപ്പിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ഇതിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു യാത്ര അങ്ങ് ഞങ്ങൾക്ക് തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നേതൃത്വം കൊടുക്കുന്ന PYPയുടെ എല്ലാ നേതൃത്വത്തിനായിട്ട് സ്തോത്രം. ദൈവദാസന്മാരെ ഓർക്കുന്നു, PYP അംഗങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. എല്ലാ ക്രമീകരണങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത് സന്ദേശം നൽകുന്ന കർത്താവിന്റെ ദാസനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന് ഗാനശുശ്രൂഷ നടത്തുന്ന എല്ലാ ക്രമീകരണങ്ങൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുള്ള പിതാവേ, കേൾക്കണമേ. ആമേൻ. യാത്ര മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായോ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ഈസ്റ്റർ ഡിസ്ട്രിക്റ്റിലെ വിരുദ്ധ സന്ദേശ റാലി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ഫോട്ടോ ഫോട്ടോ എടുത്തേ.
ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല വൈദ്യസമയത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ക്യാമ്പിനോടനുബന്ധിച്ച് ഇന്ന് വൈകിട്ട് എത്തപ്പെട്ടിരിക്കുന്ന ഈ സുവിശേഷ റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരസ്യമായി ഞങ്ങളുടെ സാക്ഷികളായി തിരുവനന്തപുരം ദേശത്ത് ഞങ്ങൾ ഒരുമിച്ച് ദേവദാസന്മാരോട് ചേർന്ന് PYP അംഗങ്ങളോട് ചേർന്ന് ഇവിടെയുള്ള പ്രിയ ബഹുമാനരായിട്ടുള്ള നാട്ടുകാരോട് ചേർന്ന് ഞങ്ങൾക്ക് ഒരു അവസരം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ക്രൂശിന്റെ വചനം നശിക്കുന്നവർക്ക് ഘോഷിക്കുന്നു, ഉദ്ഘോഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം കർത്താവെ കേൾവിക്കാരുടെ കാതുകളെ തുറക്കുകയും അവരുടെ ഹൃദയത്തെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു പകൽക്കാലമാക്കി തീർക്കണമേ. നമ്മുടെ വിലപ്പെട്ട ദാസൻ സ്പർശിച്ച മുഖമാക്കി ഇന്ന് പകലിൽ ഞങ്ങളുടെ മധ്യത്തിൽ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സെൻട്രൽ എക്സിക്യൂട്ടീവ്സിനായി സ്തോത്രം. ഡിസ്ട്രിക്ട് PYPയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മുടെ തൃക്കരങ്ങളിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ഭാഗമാകുന്ന കർത്താവ്, ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, നല്ലവരായിട്ടുള്ള ദേശനിവാസികൾ, കർത്താവ് ഈ ഷോപ്പിലുള്ള പ്രിയപ്പെട്ടവർ, കർത്താവ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഡ്രൈവേഴ്സ് എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ, ഞങ്ങൾ പാടി ആരാധിപ്പാൻ, കർത്താവെ നിന്റെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് ലഭിക്കുന്ന അസുലഭമായിട്ടുള്ള ഈ സന്ദർഭത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ എന്നേക്ക് സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുള്ള പിതാവേ, കേൾക്കണമേ.
സുവിശേഷകൻ ജിസൺ ആന്റണി അവർ ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കും. പ്രിയ കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കും. സകല മാനവ ജാതിക്കും വേണ്ടി സ്വന്തം ജീവനം നൽകി പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ലോകത്തിൽ നിന്നും വീണ്ടെടുത്ത് സമാധാനം സന്തോഷം നൽകുവാൻ ഈ ഭൂമിയിൽ അവതരിച്ച് സ്വന്തം ജീവൻ നൽകി വീണ്ടെടുത്ത യേശു ആ യേശുവിന്റെ സ്നേഹത്തെ ലഭിച്ച ഈ നല്ല നിമിഷം ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം, പാട്ടുകാരുടെ വരികൾ ഇങ്ങനെയാണ്: ഒരു ശീലയല്ല, ശില്പമല്ല, ജീവനുള്ള ഏക സത്യ ദൈവത്തെ ആരാധിക്കുക. സകല മാനവ ജാതിക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്ന ഒരു ഗാനം ഞങ്ങളിവിടെ പാടുന്നു. ആ ഗാനം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. Child,
മേഘങ്ങൾ മീതെ നീ വരും നേരം അടിയങ്ങളെ ചേർത്തുകൊള്ളാം. മേഘങ്ങൾ മീതെ നീ വരും നേരം അടിയങ്ങളെ ചേർത്തുകൊള്ളാം. യേശുനാഥ നീ വരിക, നിന്നെ ഞങ്ങൾ വണങ്ങുന്നു. യേശുനാഥ നീ വരിക, നിന്നെ ഞങ്ങൾ വണങ്ങുന്നു. ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല. ഞാൻ വണങ്ങുന്ന ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല. സർവശക്തനായ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു, സ്വർഗ്ഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം. നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏത് വിധം? വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, നാം തന്നെയാണ് ദൈവത്തിന്റെ ആലയം. ദൈവം വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. ആ ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ഈ ലോകത്തിന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുവാൻ, നല്ല ഒരു മനുഷ്യനാക്കി തീർക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. യേശുവേ എൻ്റെ ജീവനേ, ഭൂമിയോ നിനക്കെന്നെ പാദപീഠം. യേശുവേ എൻ്റെ ജീവനേ, ഭൂമിയോ നിനക്കെന്നെ പാദപീഠം. മനുഷ്യരെല്ലാരും മൺപിണ്ഡം പോലെ ഇരുന്നാലും തന്നെ അവൻ ഉയർത്തുന്നല്ലോ. മനുഷ്യരെല്ലാരും മൺപിണ്ഡം പോലെ ഇരുന്നാലും തന്നെ അവൻ ഉയർത്തുന്നല്ലോ. ഹേ മനുഷ്യ നീ അറിയുക, ഒന്നു നീ ചിന്തിക്കുക. ഹേ മനുഷ്യ നീ അറിയുക, ഒന്നു നീ ചിന്തിക്കുക. ഞാൻ വണങ്ങും ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല. ഞാൻ വണങ്ങും ദൈവം ഒരു ശിലയല്ല, ശില്പമല്ല, വിളിച്ചാലും കേൾക്കാത്ത മരവുമല്ല. ഞാൻ വണങ്ങും കടകളിലും റോഡ് സൈഡുകളിലുമൊക്കെ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ ഈ വലിയ സമയം ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്ട് അഭയത്തിയുടെ യാത്രയ്ക്ക് നടന്നു വരുന്ന ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസം ഈ വലിയ സമയം ആലയത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന ഈ സുവിശേഷ റാലിയോടനുബന്ധിച്ചാണ് ഞങ്ങൾക്ക് ഇവിടെയായി ബന്ധപ്പെടാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങളൊക്കെ വളരെ അത്ഭുതത്തോടും ഒക്കെ വീക്ഷിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരിക്കാം. എന്തുകൊണ്ട് ഇത്രയും വെയിലും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ പരസ്യമായിട്ട് നിങ്ങളെ അഭിസംബോധന ചെയ്തെന്ന് ചോദിച്ചാൽ, ഒരു കാലത്തൊക്കെ ഞങ്ങൾക്ക് സമാധാനമില്ലാതിരുന്ന സമയങ്ങളിൽ
നല്ല ആശ്വാസകനായി നല്ല സമാധാനമായിട്ടുള്ള യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ നിങ്ങളോട് അറിയിക്കേണ്ടതോളം പരസ്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹീതമായിട്ടുള്ള നല്ല നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്റ്റേജിൽ ആയിരിക്കുന്ന അനുഗ്രഹീതരായിട്ടുള്ള ദൈവദാസന്മാർ, സദസ്സിലും ചുറ്റുപാടുകളിലും ഒക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദൈവദാസന്മാർ ഒട്ടനവധി പേരുണ്ട്. വിശ്വാസ സമൂഹം, ഈ ദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും വന്ദനം പറയുന്നു. കർത്താവിൻ്റെ വചനം ഈ വൈകിയ സമയം ചിലരെ സ്പർശിക്കും. വെറും വചനങ്ങളല്ല, ഈ വചനങ്ങളെ ഹൃദയങ്ങളെ കീറി മുറിക്കുന്ന, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ ചില ഹൃദയങ്ങളെ ഇന്ന് രാത്രി വൈകിയ സമയം സ്പർശിക്കുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ രാത്രിയുടെ ഈ വൈകിയ സമയയുടെ വിളിച്ചോതുന്ന ഈ ദൈവത്തിൻ്റെ വചനം ചിലർക്കെങ്കിലും ആശ്വാസമായി തീരാൻ, ചിലരുടെയെങ്കിലും പേരുകൾ ജീവിതത്തിൽ പേരെഴുതി കാണുവാൻ തക്കവണ്ണം അങ്ങനെ ആഗ്രഹിക്കുന്ന പ്രിയ ദൈവമക്കളും ദൈവദാസന്മാരും പരസ്യമായി ഒരിക്കൽ കൂടെ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്യാം. ഞാൻ മുഖവരെ ഒട്ടും തന്നെ നിൽക്കാതെ തന്നെ ഞാൻ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു കെ മാത്യുവിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. ഞങ്ങളുടെ ദീർഘമായിട്ടുള്ള വർഷത്തെ പരിചയം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന സെമിനാരിയിൽ വേദാഭ്യാസം നടത്തുവാൻ ജെയിംസുമൊക്കെ ചേർന്ന് വേദാഭ്യാസം നടത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചിട്ടുണ്ട്. ചർച്ച് ഓഫ് ഗോഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായിട്ട് ഈ കാലഘട്ടങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളടിച്ച് തുടർന്നുള്ള ദൈവനെ ശുശ്രൂഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. കൊല്ലാങ്കടവിന്റെ രാജവീതികളെ പ്രമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ചിന്റെ മാവേലിക്കര ഈസ്റ്റ് സെന്ററിലുള്ള യുവജനങ്ങളും കർത്താവിന്റെ ദാസന്മാരും പ്രിയപ്പെട്ടവരും നടത്തുന്ന ഈ സുവിശേഷ റാലിയുടെ ഈ സുപ്രധാനമായ സമയത്ത്, ഈ വെയിലാറിയ സമയത്ത് ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും, ഇവിടെ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ടവർക്കും, ഞങ്ങളുടെ ശബ്ദം സാഗൂതം ശ്രവിക്കുന്ന, ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ രക്ഷകനും ലോകത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന ത്രിദിന യൂത്ത് ക്യാമ്പിന്റെ 2ാം ദിവസം വൈകിയ സമയം ഇത്ര മനോഹരമായി, ഇത്ര ക്രമീകൃതമായി യുവജനങ്ങളെയും ദൈവദാസന്മാരെയും സഭാജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഒന്നുകൂടി ഉയർത്തുവാൻ, ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായ മദ്യത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും സംഘടിപ്പിച്ച ഈ റാലി ഇത്ര വിജയമാക്കി തീർത്ത ഈ സെന്ററിന്റെ ഭാരവാഹികൾ, സെൻട്രൽ സെക്രട്ടറി പാസ്റ്റർ സാംജി അവറുകൾ, സെൻട്രൽ കമ്മിറ്റി ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ, വിശേഷാൽ ഈ പ്രവർത്തനങ്ങൾക്ക് ഈ ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്റ്റ് ചർച്ച് മാവേലിക്കര ഈസ്റ്റ് സെന്ററിന്റെ PYPയുടെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി, പ്രസിഡന്റ്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഏവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സെന്ററിന്റെ പ്രസിഡന്റായിരിക്കുന്ന, സെൻട്രൽ ശുശ്രൂഷകനായിരിക്കുന്ന, ഞാൻ ക്രിസ്തു വളരെ സ്നേഹിക്കുന്ന പാസ്റ്റർ തോമസ് ഫിലിപ്പ് അവറുകൾ, അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നേതൃത്വത്തെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ സാംജി, പാസ്റ്റർ ജെയിംസ്, ഇവരൊക്കെ ഞങ്ങൾക്ക് ഒരേ കാലഘട്ടത്തിൽ സെമിനാരിയിൽ ദൈവവചനം പഠിക്കുവാനൊക്കെ കർത്താവ് അവസരം ഒരുക്കി തന്നിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട അനേക സഹോദരങ്ങൾ, ദൈവദാസന്മാർ ഈ പരസ്യ മീറ്റിംഗിൽ ഇവിടെ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഈ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും ആധികാരികമായി സംസാരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവയായ ദൈവം തന്റെ വാക്കിനാൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചു.
മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സത്യങ്ങളും തെറ്റെന്ന് തെളിയിക്കുവാൻ ഇവിടുത്തെ ശാസ്ത്ര ലോകം അനേക വർഷങ്ങളായി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും വേദപുസ്തകത്തിന്റെ തിയറിയെ തെറ്റെന്ന് സമർത്ഥിക്കുവാൻ ഇന്നുവരെ ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. സൃഷ്ടിപ്പ് സംബന്ധിച്ച് ശാസ്ത്ര ലോകത്തിന്റെ ഏറ്റവും വലിയ വാദമായിരുന്നു ബിഗ് ബാങ് തിയറി. ഒരു വിസ്ഫോടനത്തിൽ കൂടി, അണുവിസ്ഫോടനത്തിൽ കൂടി പ്രപഞ്ചവും ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള സയൻസിന്റെ ബിഗ് ബാങ് തിയറി. അത് സത്യമെന്ന് തെളിയിക്കുവാൻ ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്ര ലോകവും അനേക വർഷങ്ങളായി കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇന്നുവരെ അവരുടെ വാദം സത്യമെന്ന് തെളിയിക്കുവാൻ ശാസ്ത്ര ലോകത്തിന് കഴിഞ്ഞിട്ടില്ല. അനേക പരീക്ഷണങ്ങൾ നടത്തിയിട്ടും സ്വീഡനിൽ കടലിനടിയിൽ ശക്തിയുള്ള യന്ത്രഭാഗങ്ങൾ കൂട്ടിമുട്ടിച്ച് വിസ്ഫോടനം നടത്തി ബിഗ് ബാങ് തിയറി സത്യമെന്ന് തെളിയിക്കുവാൻ സയൻസ് ശ്രമിച്ചിട്ടും ഇന്നും സയൻസിന് അത് തെളിയിക്കുവാൻ സാധിച്ചിട്ടില്ല. യന്ത്രഭാഗങ്ങൾ അത് നിശ്ചലമായതല്ലാതെ വേദപുസ്തകത്തിന്റെ തിയറിക്കെതിരെ ഒന്നും തെളിയിക്കുവാൻ സയൻസിന് കഴിഞ്ഞിട്ടില്ല. മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ച് വേദപുസ്തകത്തിന്റെ തിയറി നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മൃഗത്തിന് വകഭേദമുണ്ടായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന് തെളിയിക്കുവാൻ ശ്രമിച്ചു. സ്കൂളുകളിലും കോളേജുകളിലും നമ്മൾ പഠിച്ച പാഠപുസ്തകത്തിൽ ഉള്ള ചിത്രം ഇപ്പോഴും നമ്മുടെ മനോമുഖരത്തിലുണ്ട്. മൃഗത്തിന് വകഭേദമുണ്ടായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത്. എന്നാൽ കാലത്തിന്റെ കടന്നുപോക്കിൽ അതിന്റെ ഉപജ്ഞാതാവായ എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ ഡാർവിൻ തന്നെ അദ്ദേഹത്തിന്റെ തിയറി സത്യമല്ലെന്ന് പറയുവാനിടയായി തീർന്നു. മനുഷ്യ ശരീരത്തിന്റെ മൂലഘടകത്തെ കുറിച്ച് സയൻസ് പഠനം നടത്തിയപ്പോൾ ഈ ശരീരത്തിന്റെ മൂലഘടകങ്ങൾ കേവലം മണ്ണിൽ നിന്നുള്ള ചില ലവണങ്ങൾ മാത്രമാണ്. മണ്ണിൽ നിന്നുള്ള ചില ലവണങ്ങൾ മാത്രമാണ്. ഈ ലവണങ്ങളുടെ വില മനുഷ്യനിട്ടപ്പോൾ അതിനിട്ടിരിക്കുന്ന വില കേവലം 36 രൂപ മാത്രമാണ്. 36 രൂപ വിലയുള്ള ശരീരമാണ് മനുഷ്യ ശരീരം. അതിൽ വിലപിടിപ്പുള്ളതൊന്നും ഈ ശരീരത്തിലില്ല. അല്പം ലവണങ്ങൾ മാത്രം അടങ്ങിയ ഈ ശരീരം അത് മണ്ണിൽ നിന്നെടുത്തുന്ന വേദപുസ്തകത്തിന്റെ തിയറിയെ അതും തെളിയിക്കുന്നു. അന്നും ഇന്നും എന്നും വേദപുസ്തകത്തിന്റെ തിയറിയെ വെല്ലുവിളിക്കുവാൻ ശാസ്ത്ര ലോകം ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും വേദപുസ്തകത്തിന്റെ തിയറി ജയിച്ചു നിൽക്കുവാനുള്ള ഏക കാരണം ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു സത്യദൈവമുണ്ട്. അതുകൊണ്ട് ബൈബിളിന്റെ തിയറിയെ, സത്യം എന്നുള്ള ബൈബിളിന്റെ തിയറിയെ അസത്യമെന്ന് ശാസ്ത്ര ലോകമെന്നല്ല ഈ ഭൂമിയിലെ ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ വാദിച്ചാലും ബൈബിളിന്റെ തിയറി അത് സത്യം തന്നെയാണ്, സത്യം തന്നെയാണ്. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. തന്റെ സൃഷ്ടിയോടെന്നും സൃഷ്ടിതാവിന് അകമഴിഞ്ഞ ഒരു സ്നേഹമുണ്ട്. നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുള്ളതുപോലെ തന്നെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളോട് അകമഴിഞ്ഞ ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് സൃഷ്ടിപ്പിന്റെ ആരംഭ സമയം തന്നെ സൃഷ്ടിച്ച മനുഷ്യന് തന്റെ ജീവശ്വാസവും തന്റെ തേജസ്സുമാണ് ദൈവമായ യഹോവ കനിഞ്ഞു കൊടുത്തത്. എന്നാൽ യഹോവയായ ദൈവം മനുഷ്യന് കൊടുത്ത നിർദ്ദേശങ്ങളിൽ, ഇൻസ്ട്രക്ഷനിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഇപ്രകാരമായിരുന്നു: എന്നെ മറന്ന് നിങ്ങളൊന്നും ചെയ്യരുത്, എന്റെ വാക്കുകളെ നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ എന്റെ വാക്കുകളെ വിട്ടാൽ നിങ്ങളെ നശിപ്പിച്ചു കളയുവാൻ ഈ ഭൂമിയിൽ ശ്രദ്ധ ഊന്നിയിരിക്കുന്ന ദുഷ്ടശക്തികൾ, പൈശാചിക ശക്തികൾ നിങ്ങളെ തകർത്ത് കളയും. ഉൽപ്പത്തി മുതൽ തന്നെയുള്ള ദൈവിക ആലോചന വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. എന്നാൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയെ യഹോവയായ ദൈവത്തിൽ നിന്ന് ഈ ലോകത്തിലെ ദുഷ്ടശക്തികൾ
ദുഷ്ട പൈശാചിക ശക്തികൾ അടർത്തിയെടുത്ത് തന്റെ ഭാഗത്ത് നിർത്തുവാൻ ശ്രമിച്ചു. അന്നു മുതൽ ഇന്നുവരെ ഈ മാനവകുലത്തെ നശിപ്പിച്ചു കളയുവാൻ, മാനവകുലത്തിന് വിരോധമായി പാപത്തിന്റെ ശക്തിയാലും രോഗത്തിന്റെ ശക്തിയാലും ഈ ഭൂമിയെ അമ്മാനമാടുവാൻ കൊതിച്ചു നിൽക്കുന്ന ഒരു ദുഷ്ടശക്തി ഈ ഭൂമിയിൽ ഉണ്ട്. അത് ഞങ്ങൾ ഈ യോഗം നടത്തുന്ന ഈ സമയവും ആ ശക്തി നമ്മുടെ സമൂഹത്തിലുണ്ട്. പുറകെ ഞാനത് ഓർപ്പിക്കാം. എന്നാൽ തന്റെ സൃഷ്ടിയോടുള്ള സ്നേഹം നിമിത്തം സൃഷ്ടിയെ വിട്ടുകളയുവാനും മറന്നു കളയുവാനും സൃഷ്ടിതാവായ ദൈവം തയ്യാറായില്ല. കാലത്തിന്റെ കടന്നുപോക്കിൽ ഭൂമിയിൽ കൊലപാതകങ്ങൾ വർദ്ധിച്ചു, ഭൂമിയിൽ പ്രതിസന്ധികൾ വർദ്ധിച്ചു, ഭൂമിയിൽ പ്രളയമുണ്ടായി, ഭൂമിയിൽ ദുരിതമുണ്ടായി, ഭൂമിയിൽ വെല്ലുവിളികൾ ഉണ്ടായി. മാനവകുലം പാപത്തിന്റെ കടന്നുകയറ്റിന്റെ മുന്നിൽ കീഴടങ്ങിയതുകൊണ്ട് അനേകർ ജീവിതത്തിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു. ഈ ലോകം അല്ലെങ്കിൽ മാനവകുലം അഭിമുഖീകരിച്ചതിലേക്കും വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു പാപം. പാപം എന്നുള്ള പ്രതിസന്ധി ഇന്നും ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് അയച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധത്തിന്റെ പേരാണ് പാപം. കാരണം യഹോവയായ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പ്രവണത പാപം എന്നുള്ളത് തന്നെയാണ്. അതാണ് വേദപുസ്തകം വിളിച്ചറിയിക്കുന്ന സത്യം. പാപം മുഖാന്തരം തേജസ് മനുഷ്യൻ നഷ്ടമാക്കി. പാപം മുഖാന്തരം സൃഷ്ടിതാവിൽ നിന്ന് മനുഷ്യൻ അകന്നു. പാപം മുഖാന്തരം ജീവിതത്തിൽ പ്രതിസന്ധികളെ മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വന്നു. കാലം കടന്നുപോയപ്പോൾ സൃഷ്ടിതാവായ ദൈവത്തിന് ഈ ഭൂമിയെ വീണ്ടും രക്ഷിക്കണമെന്ന് തോന്നി. പക്ഷേ മനുഷ്യൻ ചെയ്ത പാപം മുഴുവൻ അവനെതിരെ ഒരു ശിക്ഷയായി, ഒരു കുറ്റമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. കുറ്റം കുറ്റമായി തന്നെ നിലനിൽക്കും. ഈ ലോക കോടതികളുടെ നിയമം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ലോക കോടതികളുടെ നിയമം കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം, കുറ്റം ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഇവിടുത്തെ ന്യായാധിപതി, നീതിയുള്ള ന്യായാധിപതി ദൈവമാകിയാൽ, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാകിയാൽ, അന്നും ഇന്നും എന്നും മാനവകുലത്തെ സ്നേഹിക്കുന്ന ദൈവമാകിയാൽ, ആ സൃഷ്ടിതാവിന്, ആ നീതിയുള്ള ന്യായാധിപതിക്ക് സൃഷ്ടിയെ ശിക്ഷിക്കുന്നതിനേക്കാൾ രക്ഷിക്കുന്നതിനായിരുന്നു താല്പര്യം. ശിക്ഷിക്കുന്നതിനേക്കാൾ രക്ഷിക്കുന്നതിനായിരുന്നു താല്പര്യം. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. ഇവിടെയുള്ള കോടതികളും ന്യായാധിപന്മാരും നീതി കുറ്റവാളികളെ ശിക്ഷിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ ലോകത്തിന്റെ സൃഷ്ടിതാവ്, മാനവകുലത്തിന്റെ സൃഷ്ടിതാവായ സൃഷ്ടിപ്പിന്റെ ഉടയവനായ ദൈവത്തിന് ശിക്ഷിക്കുന്നതിനേക്കാൾ രക്ഷിക്കുന്നതിനായിരുന്നു താല്പര്യം. പക്ഷേ കുറ്റം കുറ്റമായി നിൽക്കുന്നു, പാപം പാപമായി നിൽക്കുന്നു, പാപത്തിന്റെ ശമ്പളമായ മരണം നിലനിൽക്കുന്നു. കുറ്റം കുറ്റമായി നിൽക്കുമ്പോൾ ഈ കുറ്റം വേറെ എവിടെയെങ്കിലും ചുമത്തിയാൽ മാത്രമേ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ. കാരണം കുറ്റം മാഞ്ഞു പോകുന്നില്ലല്ലോ, കുറ്റം ഇവിടെ നിലനിൽക്കുകയാണല്ലോ. ലോകത്തെ രക്ഷിക്കുവാൻ, മാനവകുലത്തെ രക്ഷിക്കുവാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയ പിതാവായ ദൈവം മനുഷ്യൻ ചെയ്ത കുറ്റം അവനെതിരെ ശിക്ഷയ്ക്ക് കാരണമായി നിൽക്കുന്നത് കൊണ്ട് രക്ഷിക്കുവാൻ ആഗ്രഹിച്ച ദൈവം ഈ കുറ്റം മറ്റൊരു സ്ഥലത്ത് ചുമത്തുവാൻ തീരുമാനമെടുത്തു, മറ്റൊരുവനിൽ ചുമത്തുവാൻ തീരുമാനമെടുത്തു. ഇംപ്യൂട്ടേഷൻ ഓഫ് സിൻ, പാപത്തിന്റെ ഫലമായുള്ള ഈ ശിക്ഷ മറ്റൊരുവനിൽ ചുമത്തുവാൻ തയ്യാറായി. ആ ശിക്ഷ ശിരസ വഹിച്ചവന്റെ പേരാ യേശു ക്രിസ്തു. യേശു ക്രിസ്തു. ആ പാപം ഏറ്റെടുത്തവന്റെ പേരാ യേശു ക്രിസ്തു. ആ ശിക്ഷ നടപ്പിലാക്കിയ സ്ഥലത്തിന്റെ പേരാ കാൽവരി. ഇത്രയും യുവജനങ്ങൾ, ഇത്രയും ചെറുപ്പക്കാർ, ഇത്രയും പ്രിയപ്പെട്ടവർ കൊല്ലകടവിന്റെ രാജവീതിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷകൻ എന്ന് വിളിച്ചു പറയുവാനുള്ള ഏക കാരണം, ഞങ്ങളുടെ രക്ഷ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. അവൻ ഞങ്ങളുടെ പാപങ്ങളെ മോചിച്ച ഞങ്ങളുടെ രക്ഷകനാണ്. ഇന്ന് ഈ വെയിലാറിയ സമയം ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, ഈ ഭൂമി കൈവിട്ട് കഴിഞ്ഞു. ഈ ഭൂമിയെ ഇനി രക്ഷിക്കുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് സാഹചര്യങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുകയല്ലേ? ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ വർദ്ധിക്കുകയല്ലേ? ഓരോ ദിവസവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടല്ലേ ന്യൂസ് പേപ്പറും ടെലിവിഷനിലും
നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. പ്രതിസന്ധി വർദ്ധിച്ചു വരികയല്ലേ? ആത്മഹത്യകൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എത്രയോ ചെറുപ്പക്കാർ കുടുംബങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു മണ്ണിലല്ലേ ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ ഇടുക്കി എന്ന് പറയുന്ന ജില്ലയിൽ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ എന്നെ വിളിച്ച സഹോദരൻ എന്നോട് പറഞ്ഞു, ഗിന്നസ് ബുക്കിൽ പേരുള്ള സ്ഥലമാണ് ഈ സ്ഥലം. ഞാൻ അത്ഭുതപ്പെട്ടു. പ്രകൃതി ഭംഗിയല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. പിന്നെ എങ്ങനെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഈ ഗ്രാമത്തിന്റെ പേര് വന്നു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ഗ്രാമം അത് അമേരിക്കയിലോ ഫ്രാൻസിലോ ജപ്പാനിലോ അല്ല, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഈ കേരളത്തിന്റെ ഒരു കൊച്ചു ഗ്രാമം. ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ഗ്രാമമെന്ന് ഗിന്നസ് ബുക്കിൽ എഴുതത്തക്കവണ്ണം പരിതാപകരമായ ഒരു നാടായി നമ്മുടെ നാട് മാറ്റപ്പെട്ടു കഴിഞ്ഞു. കുടുംബങ്ങൾ മുഴുവനായി ആത്മഹത്യ ചെയ്യുന്നു. ഒരു വീട്ടിൽ എല്ലാവരും, അടുത്ത വീട്ടിൽ 3 പേർ. ഞാൻ പ്രസംഗിക്കുവാൻ നിന്ന വീടിന്റെ അകത്തെ മുറിയിൽ 3 മുറികളിൽ 4 പേർ ആത്മഹത്യ ചെയ്ത വീട്. ഗിന്നസ് ബുക്കിൽ എഴുതി ഈ ഭൂമിയിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാടാണ്. എന്തിനേറെ പറയുന്നു, മാരക രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞില്ലേ? മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം നമ്മുടെ തലമുറകളെ അമ്മാനമാടുകയല്ലേ? അതിന്റെ പരിണത ഫലമല്ലേ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ? അതിന്റെ പരിണത ഫലമല്ലേ വർദ്ധിച്ചു വരുന്ന ആക്രമണ വാർത്തകൾ? അതിന്റെ പരിണത ഫലമല്ലേ ഇവിടുത്തെ പിടിച്ചുപറിയും കൊള്ളയും? അതെ എന്റെ പ്രിയ സഹോദര, നമ്മുടെ സമൂഹം കൈവിട്ട് കഴിഞ്ഞു. ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില നാളുകൾക്ക് മുമ്പ് കൊച്ചി കസ്റ്റംസ് പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ കണക്ക് ടെലിവിഷനിലും ന്യൂസ് പേപ്പറിലും പ്രസിദ്ധീകരിച്ചത് നമ്മൾ എല്ലാവരും വായിക്കുകയും കേൾക്കുകയും ചെയ്തതാണ്. കൊച്ചിയിലുള്ള കസ്റ്റംസ് പിടിച്ചെടുത്ത മയക്കുമരുന്നിന്റെ വില അവരിട്ടു. ആ മയക്കുമരുന്നിന്റെ വില 25,000 കോടി രൂപ. 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് വേണ്ടി മുതൽ മുടക്കിയതല്ല, സ്വർണ്ണക്കടകൾക്ക് വേണ്ടി മുതൽ മുടക്കിയതല്ല, വലിയ വലിയ ഫ്ലാറ്റുകളോ സൂപ്പർ മാർക്കറ്റുകളോ മാളുകളോ കെട്ടിപ്പോക്കാൻ വേണ്ടി മുതൽ മുടക്കിയതല്ല. എന്റെ ശബ്ദം കേൾക്കുന്ന കൊല്ലകടവ് ദേശനിവാസികളായ സഹോദര, എന്റെയും നിങ്ങളുടെയും മക്കളെ ഉദ്ദേശിച്ച് അവർ പഠിക്കുന്ന സ്കൂളുകളെയും കോളേജുകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ബുദ്ധി ഉറയ്ക്കാത്ത അവരുടെ ബുദ്ധിയെ എടുത്തമ്മാനമാടുവാൻ, യുവതലമുറയെ നശിപ്പിച്ചു കളയുവാൻ, ഇവിടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഇരുളടയിക്കുവാൻ, ഇവിടെയുള്ള നമ്മുടെ യുവാക്കന്മാരെ തകർത്ത് കളയുവാൻ വേണ്ടി മദ്യ മാഫിയയും മയക്കുമരുന്ന് മാഫിയയും ചെലന്തി വല പോലെ നമ്മുടെ സമൂഹത്തിന്റെ ചുറ്റും കെട്ടിയുണ്ടാക്കിയിരിക്കുന്ന വലയുടെ ഗൗരവം നമ്മൾ അറിയാതെ പോകരുത്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? സ്വന്തം മക്കളെ പേടിച്ച് വീടുകളിൽ ജീവിക്കുന്ന അപ്പന്മാർ, അമ്മമാർ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ നാടിന്റെ സംസ്കാരം അപ്പനെയും അമ്മയെയും പേടിച്ചും ഭയപ്പെട്ടും വളരുന്ന മക്കളായിരുന്നു. എന്നാൽ കാലം കടന്നു പോയപ്പോൾ അപ്പനും അമ്മയും മക്കളെ പേടിക്കത്തക്കവണ്ണം മദ്യവും മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തെ തകർത്ത് കളഞ്ഞു. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭ മാവേലിക്കര ഈസ്റ്റർ സെന്ററിന്റെ യുവജന സംഘടനയായ PYPയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ത്രിദിന ക്യാമ്പിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട സുവിശേഷ മഹാറാലിയാണ് കൊല്ലകടവ് പ്രദേശത്തെ പ്രബുദ്ധരായ ദേശനിവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാപത്തിലേക്ക് വീണുപോയ മാനവജാതിയുടെ രക്ഷയ്ക്ക് ലോകത്തിലേക്ക് അവതരിച്ച ഏക നാമം അത് യേശു ക്രിസ്തുവാണ് എന്നുള്ള മാറ്റമില്ലാത്ത സുവിശേഷ മഹാസത്യം വിളിച്ചു പറയുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് അതിശക്തമായി ആ സുവിശേഷ ദൂത ദേശത്തോട് വിളിച്ചു പറഞ്ഞു. ചർച്ച് ഓഫ് ഗോഡ് അസിസ്റ്റന്റ് സൂപ്പർവൈസർ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ ഓവർസിയർ ആയിരിക്കുന്ന പ്രിയ ഷിബു കെ മാത്യു, ഡോക്ടർ ഷിബു കെ മാത്യു അവരോടുള്ള ടീം PYPയുടെ എല്ലാ സ്നേഹവും നന്ദിയും വന്ദനങ്ങളും അറിയിക്കുന്നു. ഈ ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന റാലിയിൽ ഞങ്ങളെ അനുഗമിച്ച ഞങ്ങളെ എല്ലാവിധത്തിലും പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭ മാവേലിക്കര ഈസ്റ്റർ സെന്ററിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ,
അതോടൊപ്പം 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയും പ്രായമുള്ള പ്രായഭേദമന്യേ ശരീരത്തിന്റെ ക്ഷീണം വകവയ്ക്കാതെ ഈ സുവിശേഷ റാലിയിൽ ദേശത്ത് യേശുവിനെ ഉയർത്തുവാൻ ഞങ്ങളോടൊപ്പം അണിനിരന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനവും ടീം പിവൈയുടെ നാമത്തിലുള്ള നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ദൈവസഭ മാവേലിക്കര ഈസ്റ്റ് സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ തോമസ് എബ്രഹാം അവർ മുന്നോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി വീണ്ടും നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. ഈ വൈകവേളയിൽ കൊല്ലംകുളം ദേശത്ത് ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിപ്പാൻ കർത്താവിന്റെ ദാസനെ കൂടെ ചില നിമിഷങ്ങൾ നമുക്കിവിടെ ചെലവഴിപ്പാനിടയായല്ലോ. ദൈവവചനം കേട്ട ജീവിതങ്ങളെ ദൈവം രക്ഷിക്കേണ്ടതിനായി ഏകരക്ഷകനായ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് പാപമോചനം പ്രാപിച്ച നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ദേശനിവാസികളെ ദൈവം സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായി ഞങ്ങളുടെ ദൈവമേ, നല്ല സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദിവസത്തിന്റെ ഈ വൈകവേളയിൽ ഈ കൊല്ലം പ്രദേശത്ത് വന്ന് ഞങ്ങളുടെ യേശുവിനെ ഉയർത്തുവാൻ അവിടുന്ന് ഒരു അവസരം കൂടെ നൽകിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഇവിടെ നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ അടുത്ത പകലൊക്കെയായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണമേ, ഈ ദേശനിവാസികളെ ദൈവം അനുഗ്രഹിക്കണമേ, അവിടെ വ്യാപാരത്തെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവയെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ദൈവം അവയെ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ, രോഗത്തെ സൗഖ്യമാക്കുവാൻ, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിയുന്ന ഏക രക്ഷകൻ യേശു ക്രിസ്തുവെന്ന് ഉച്ചൈസ്വരം ഘോഷിക്കുവാൻ ഞങ്ങൾക്ക് അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വിലപ്പെട്ട ദാസനെ ആമേത് ഘോഷിപ്പാൻ ദൈവം സജ്ജീകരിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വൈകവേളയിൽ ദൈവജനം കേട്ട ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകല്ലേ. പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞ യേശുക്കുറിച്ചുള്ള വിശ്വാസത്തിൽ കൂടെ രക്ഷ പ്രാപിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സുവിശേഷ റാലിയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളെ ക്യാമ്പസ് സെന്ററിലേക്ക് മടങ്ങി പോകുന്നല്ലോ. മടക്കയാത്രയിലും ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ. സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാർക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തെ പിന്നെയും ദൈവം അനുഗ്രഹിക്കണമേ. പാപത്തുള്ള വിടുതൽ പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അനേകം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കാവലും കൊണ്ടായി നമ്മോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ദൈവത്തിന് ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും ദൈവവചനം ശ്രദ്ധിച്ച ഈ ദേശനിവാസികളോടും ഇവിടെ പ്രവർത്തനങ്ങളോടും ഈ പിറന്നാളിന്റെ നാമത്തെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ വൈകവേള നമുക്ക് ജയം തന്ന ദൈവത്തിനോട് സ്തോത്രം ചെയ്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം, കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം, കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം, കാൽവരിക്കുന്നിൽ കൊളുത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, നൂറ്റാണ്ടുകളായി കത്തും ദീപം, ഇന്നും നാളെയും കത്തും ദീപം, ഇന്നും നാളെയും കത്തും ദീപം, ഇന്നും നാളെയും കത്തും ദീപം, ഇന്നും നാളെയും കത്തും ദീപം, തലമുറ തലമുറ കൈമാറി, തലമുറ തലമുറ കൈമാറി, തലമുറ
എരിഞ്ഞു തീരാതെ ലോകത്തിനായി എരിഞ്ഞടങ്ങാം യേശുവിനായി. മദ്യത്തിന്റെ വഴി ഇരുളിലേക്ക്, യേശുവിന്റെ വഴി വെളിച്ചത്തിലേക്കാകുന്നു. IPC മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്ട് PYPയുടെ ആഭിമുഖ്യത്തിൽ IPC മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്ട് PYPയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരിവിരുദ്ധ സുവിശേഷ സന്ദേശ റാലി ലഹരികൾ നമുക്ക് വേണ്ടി വേണ്ട. ലഹരികൾ മനുഷ്യനായി ജീവിക്കും. ലഹരി വസ്തുക്കളെ മറക്കാം. നല്ലൊരു നാളേക്കായി സ്വപ്നം കാണാം. ലഹരിയുടെ ലോകം ഇരുളടഞ്ഞതാണ്. വേണ്ട വേണ്ട, നമുക്കത് വേണ്ട. ഇന്ത്യയിൽ പെന്തക്കോസ്റ്റൽ ചർച്ചുണ്ട്. മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്ട് PYPയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വമ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശമാണ് ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു.